ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ വ്യാപക തരം ഞാൻ ഈ പറഞ്ഞു വന്ന പോയിന്റിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട വിവരം വരുന്നു. അങ്ങനെ കണ്ണൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യാപക പരിശോധനയിൽ ഇപ്പോൾ കണ്ണൂർ DCC ഓഫീസിന് പരിസരത്തുള്ള സമീപത്തെ കുറ്റിക്കാട്ടിൽ ഇയാളെ കണ്ടതായ വിവരം പോലീസിന് കിട്ടുന്നുണ്ട്. അവിടെ വ്യാപക പരിശോധന നടക്കുന്നു എന്ന വിവരം കൂടി വരുന്നു. സന്തോഷ് പറയൂ, സന്തോഷ്, പുതിയ വിവരങ്ങൾ. ശരത്ത്, പോലീസ് ഇപ്പോൾ കണ്ണൂർ DCC ഓഫീസിൻ്റെ പിൻഭാഗത്തുള്ള സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ പോലീസ് നായയും മണം പിടിച്ച് ഓടിയതും ഈ ദേശീയപാതയിലൂടെ കണ്ണൂർ നഗരത്തെ ലക്ഷ്യമാക്കിയാണ്. പോലീസ് നായ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ഈ ഗോവിന്ദച്ചാമിയെ കണ്ടു എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ അത് പോലീസിൽ നിന്ന് ലഭിച്ച ഒരു സൂചന പറഞ്ഞിരുന്നു. വളരെ നിർണായകമായിട്ടുള്ള സന്തോഷ്, ഈ കണ്ണൂർ DCC ഓഫീസിന്റെ പരിസരത്തൊക്കെ കുറ്റിക്കാടുണ്ടോ? കണ്ണൂർ DCC ഓഫീസിൻ്റെ മുൻഭാഗത്ത് അവിടെ കെട്ടിടങ്ങളില്ലാത്ത കുറ്റിക്കാട് പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ സ്ഥലത്ത് ഇയാൾ ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള ചില വിവരങ്ങൾ, സൂചന പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നത് ഇയാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത സൂചനയുണ്ട്. പക്ഷേ നമുക്കത് ഒരു തരത്തിലും പറയാൻ കഴിയില്ല. പോലീസുകാർ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഔദ്യോഗികമായി ഒരുപക്ഷെ സന്തോഷ് അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ ഈ കാര്യത്തിൽ സംസാരിച്ചു വന്നപ്പോൾ നമ്മളൊക്കെ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പല തലങ്ങളിൽ പല തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. അതിലൊരു പ്രധാനപ്പെട്ട അന്വേഷണമാണ് ഇയാൾ ജയിൽ ചാടിയാൽ അധിക ദൂരം ഇയാൾക്ക് പോകാൻ കഴിയില്ല. കാരണം പോയാൽ പിടിക്കപ്പെടുമെന്ന ഭയമുള്ളതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഒളിക്കാനായിരിക്കും ഇത്തരം ആളുകൾ ശ്രമിക്കുക. അത്തരമൊരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തെരച്ചിൽ നടക്കാനിടയുണ്ട് കണ്ണൂരിൽ ടൗണിനെ കേന്ദ്രീകരിച്ചും ചുറ്റുവട്ടങ്ങളിലും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ നിലയിലുള്ള പരിശോധനകൾ വളരെ കാര്യമായി നടന്നു വന്നപ്പോഴാകണം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ കണ്ണൂർ DCC ഓഫീസിന് തൊട്ടരികിലുള്ള ഈ കുറ്റിക്കാട് പിടിച്ച സ്ഥലമൊക്കെ ഉണ്ട്. ഞാനതാ പ്രത്യേകിച്ച് സന്തോഷിനോട് ചോദിച്ചത്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഓഫീസാണ്, കോൺഗ്രസിൻ്റെ ജില്ലാ ആസ്ഥാനമാണ്, അതിന് ചുറ്റും അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചത്. ഒരുപക്ഷെ സന്തോഷ് പറഞ്ഞ പോലെ ആ വിവരം, ആ വ്യാപക തെരച്ചിലിൽ പോലീസ് അങ്ങനെ ഒരുപക്ഷെ ഇയാളെ കണ്ടെത്തി പൊക്കിയിട്ടുണ്ടാകാം. പക്ഷേ പോലീസ് ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തതയോടെ സമൂഹത്തോട് മാധ്യമങ്ങളിലൂടെ പറയാം എന്ന ഒരു നില വരുമ്പോൾ മാത്രമേ അറിയിക്കുകയുള്ളൂ. അതിനിടയിലൂടെ പല വിവരങ്ങളും ഇങ്ങനെ കിട്ടുന്നതാണ് മാധ്യമങ്ങളിലേക്ക്, സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗോവിന്ദച്ചാമി പിടിയിലായി എന്നൊരു സൂചന എന്ന നിലയിൽ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. അത് ആധികാരികമായി പറയുന്ന കാര്യമല്ല. പക്ഷേ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സൂചന വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഇതാണ്: 4 മണിക്കും 6 മണിക്കും ഇടയിൽ ഇയാൾ ഈ കണ്ണൂർ ജയിൽ ചാടുന്നു. സന്തോഷ് വരുന്നുണ്ട്. സന്തോഷ് വീണ്ടും ചേരുന്നു. സന്തോഷ്, ഇതിൻ്റെ വിശദാംശങ്ങൾ തന്നെ ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗോവിന്ദച്ചാമി പിടിയിലാണ് എന്നൊരു സൂചന എന്ന് തന്നെ പറയാം.